തട്ടുകടയിലൊക്കെ കിട്ടുന്ന രീതിയിൽ ഒരു തക്കാളി ഫ്രൈ ഉണ്ടാക്കിയാലോ? ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെയൊക്കെ ഒരു അടിപൊളി കോമ്പിനേഷനായിട്ട് ഈ ഒരു തക്കാളി ഫ്രൈ. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഇതുപോലെ വട്ടത്തിൽ മുറിച്ച തക്കാളി പാലിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ഇതുപോലെ ഒന്ന് വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പ് തൂക്കി കൊടുക്കാവേ. ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും ഇപ്പുറത്തെ സൈഡും ഇതുപോലെ മറിച്ചിട്ട് കൊടുത്ത് അത് രണ്ട് സൈഡും ഒരേപോലെ ഫ്രൈ ആക്കി എടുത്ത് അതങ്ങ് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി അതേ പാനിൽ തന്നെ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുക, കുറച്ച് പെരിഞ്ചീരകം ചേർക്കുക, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് അതിൻ്റെ ഒരു പച്ച മണം മാറുന്നവരെ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി നമുക്ക് വേണ്ട സവോളയാണ്. ഞാനിവിടെ 2 സവോള എടുത്തിട്ടുണ്ട്, ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. സവോള ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞാണ് ചേർക്കുന്നത്. അതിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാവേ. ഒരുപാട് അങ്ങോട്ട് വഴണ്ടി വരാനായിട്ട് സവോള ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടണം കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ആ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാവേ. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന തക്കാളി ഉണ്ടല്ലോ, അതിലേക്ക് ചേർത്ത് കൊടുത്ത് വളരെ കുറച്ച് സോയാ സോസും കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ടൊമാറ്റോ ഫ്രൈ റെഡിയാണ്. നിങ്ങൾ എന്തായാലും ഈ ഒരു ടൊമാറ്റോ ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റായിട്ടും ഇത് കൂട്ടി ചപ്പാത്തിയും പൊറോട്ടയൊക്കെ കഴിക്കാനായിട്ടും തട്ടുകടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.